വിളിക്കാന്ന് പറഞ്ഞാല് അത്രയും മ്ലേച്ഛമായ ഭാഷയിൽ ആർക്കും ആരോടും സംസാരിക്കാൻ സാധിക്കില്ല. ആർട്ടിഒയുടെ വാക്കുകൾ ഞാൻ ആർട്ടിഒ ആണ്, ഷിബു ആർട്ടിഒ ആണെന്നും പറഞ്ഞ് അയാൾ പറയുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥനല്ലേ, ഉദ്യോഗസ്ഥനെ ഓടിക്കാൻ അറിയത്തില്ല. ഒന്ന് കേട്ടിട്ടൊന്ന് ഞങ്ങളും ഒന്ന് കാണട്ടെന്ന്, നിങ്ങളുടെയൊക്കെ വൈഭവങ്ങൾ ഞങ്ങൾ അറിയണ്ടേ. എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇതിലേക്ക് ഇറങ്ങരുത്. ഇതില് പരാതിക്കാരനല്ലേ, നീ പരാതി കൊണ്ട് പോകുന്നല്ലേ അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞത്. പണ്ട് ഇപ്പോഴല്ല, അത് പണ്ട്. ഇപ്പോഴത്തെ ഒന്നും ഇല്ല കേട്ടോ. ഓൾറെഡി എഫ്ഐആർ ഇടിക്കാൻ പോവാൻ കേസ് എടുപ്പിക്കുക. കാരണം കൊല്ലു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ എവിടെയാണെന്ന് നീ പറയണം. അത് സാറിന് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടാണ് സാർ ഇപ്പൊ ഈ പണി കാണിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം. നമസ്കാരം. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി വീണ്ടും തെരുവിലേറ്റുമുട്ടി റോബിൻ ബസിൻ്റെ ഉടമയായ ഗിരീഷ്. ചൊവ്വാഴ്ച രാത്രി ഈരാറ്റുപേട്ടയിൽ വെച്ചാണ് MVD ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കമുണ്ടാകുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് സർവീസ് നടത്തുന്ന വജ്രം എന്ന പേരിലുള്ള ബസ് ഗിരീഷിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഈ ബസ്സിന് പെർമിറ്റ് ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് MVIയുടെ നേതൃത്വത്തിൽ വാഹനം പിടിച്ചെടുക്കുന്നതിനായി എത്തിയത്. ഞാനാ പറഞ്ഞിരിക്കുന്നത്, സാറ് വണ്ടി എടുത്തന്നെ. ഇത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥനല്ലേ, ഉദ്യോഗസ്ഥനെ ഓടിക്കാൻ അറിയത്തില്ല. ഒന്ന് കേട്ടിട്ടൊന്ന് ഞങ്ങളും ഒന്ന് കാണട്ടെന്ന്, നിങ്ങളുടെയൊക്കെ വൈഭവങ്ങൾ ഞങ്ങൾ അറിയണ്ടേ. പണ്ട് ഇപ്പോഴല്ല, അത് പണ്ട്. ഇപ്പോഴത്തെ ഒന്നും ഇല്ല കേട്ടോ. കാണിച്ച ഒന്നും പറയാല്ല, 100 രൂപ വെട്ടി അടിച്ചിട്ട് പോവാൻ. അത് സാറിന് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടാണ് സാർ ഇപ്പൊ ഈ പണി കാണിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം വേറെയാ. കോടതി ഉത്തരവ് കാണിച്ചെന്നുള്ളത് അതും കൂടെ എഴുതി അവൻ ഒപ്പിട്ടുണ്ട്. ആ കാണിക്കുന്ന ഇപ്പൊ വരുന്നത്. ഇപ്പൊ പാദയാത്രയിൽ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞാല് പെട്ടെന്ന് കിട്ടുന്ന സാധനം അല്ലല്ലോ ഇത്. ഇതൊക്കെ വാഹനത്തിൽ സൂക്ഷിക്കേണ്ട സാധനം അല്ല. എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ ആയിട്ട് കൈവെക്കാനാണ്. എന്നാൽ ഇതുവരെയായി അപേക്ഷ നൽകിയിട്ടും തനിക്ക് പെർമിറ്റ് അനുവദിച്ച് നൽകിയില്ല എന്നും തന്നോടുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഉദ്യോഗസ്ഥർ ഈ നടപടി സ്വീകരിക്കുന്നതെന്നുമാണ് റോബിൻ ഗിരീഷിൻ്റെ പ്രതികരണം. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഗിരീഷ് ഈ ബസ് സർവീസ് നടത്തുന്നത്. എന്നാൽ ഇത് പിടിച്ചെടുക്കാനുള്ള അധികാരം MVIക്ക് ഇല്ല എന്ന വാദമാണ് ഗിരീഷ് ഉയർത്തിയത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഗതാഗത വകുപ്പുമായി നിരന്തരമായി പോരാട്ടം നടത്തി പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തിയത് ഏറെ വിവാദമായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി റോബിൻ ഗിരീഷ് തർക്കമുണ്ടാകുന്നതിൻ്റെ പരസ്യമായി ഏറ്റുമുട്ടുന്നതിൻ്റെ കാഴ്ചകളാണ്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട്. ഈ സംഭവത്തെപ്പറ്റി റോബിൻ നൽകുന്ന വിശദീകരണം കേൾക്കുക. വണ്ടി വിഷയമുണ്ടായത് വജ്ര ബസ്, അത് ചേട്ടൻ്റെ ബസ്സാണ്. ആണോ? അത് ശരി. അത് ശരി. എന്താണ് അവരുമായിട്ട് പ്രശ്നം? അവര് യഥാർത്ഥത്തില് വേറൊന്നുമില്ല. 15 കൊല്ലം കഴിഞ്ഞ KSRTC ബസ് പൊളിക്കണം, റോഡിൽ നിന്ന് മാറ്റണമെന്ന് കേന്ദ്രത്തിന് ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് കോട്ടയം ജില്ലയിൽ ആ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് കോട്ടയം എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. ഇത് എൻഫോഴ്സ്മെന്റ് RTO റിട്ടയറായി. അതുകൊണ്ട് ME ആണ് ചാർജ്. ആ ചാർജുള്ള ME ആണ് ഇന്നലെ വന്ന് ഈ ബഹളം എല്ലാം ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇതിലേക്ക് ഇറങ്ങരുത്. ഇതില് പരാതിക്കാരനല്ലേ, നീ പരാതി കൊണ്ട് പോകുന്നല്ലേ അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞു. പിന്നെ അത് പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ശ്യാമേ, ഇപ്പം ആ റിട്ടയറായ RTO എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിക്കാന്ന് പറഞ്ഞാല് അത്രയും മ്ലേച്ഛമായ ഭാഷയിൽ ആർക്കും ആരോടും സംസാരിക്കാൻ സാധിക്കില്ല. RTOയുടെ വാക്കുകൾ ഞാൻ RTO ആണ്, ഷിബു RTO ആണെന്നും പറഞ്ഞ് അയാൾ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അത് ഓൾറെഡി, കാരണം പുള്ളി റിട്ടയർ ആയതേ ഉള്ളൂ, ഞാൻ ഓൾറെഡി എഫ്ഐആർ ഇടിക്കാൻ പോവാൻ കേസ് എടുപ്പിക്കുക. കാരണം കൊല്ലു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ എവിടെയാണെന്ന് നീ പറയടാ. അപ്പം ഇതാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗം. ശരി. അപ്പൊ ഇന്നലെ ഇങ്ങനെ വാഹനം കസ്റ്റഡിയിൽ എടുത്തോ? വാഹനം കസ്റ്റഡിയിൽ എടുത്തു. എന്താണ് അവര് വയലേഷൻ എന്താ പറയുന്നത്? പെർമിറ്റ് ഇല്ല.
പെർമിറ്റ് ഇല്ലാന്ന്. അത് ശരി. അത് നമ്മൾ എന്താണ് നമ്മൾ ഇപ്പം പറയുന്നത് കോടതി ഉത്തരവുണ്ട്, അത് പെർമിറ്റ് ആക്കിയില്ല. പെർമിറ്റ് ആക്കേണ്ടത് ആരാണ്? RTO ആണ് ആക്കേണ്ടത്. കോട്ടയം RTO ആക്കേണ്ട കാര്യമാണ്. ഞാൻ കൃത്യമായിട്ട് കോട്ടയം RTO ഇന്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് പേപ്പർ കൊടുത്തിട്ടുണ്ട്. തരാത്തത് എന്റെ കുറ്റമല്ല. ശരി. എന്നോട് കോടതി വണ്ടി ഓടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോടതിയുടെ ഉത്തരവ് മാനിക്കുന്നു. ശരി. ഇപ്പൊ കോട്ടയം RTO നിലവിൽ ആയിട്ടുണ്ടോ? ജയരാജ്. ശരി. ഇതുവരെ അത് ലഭിച്ചിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്യാം. ഇവിടെ ഹാജരാക്കാനുള്ള സമയം അനുവദിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പെർമിറ്റ് ഹാജരാക്കാനുള്ള സമയം അനുവദിച്ചിട്ട് ഞാൻ ഇത് ധിക്കരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ നടപടി ഉണ്ടായാൽ പെർമിറ്റിന്റെ ഇത് എല്ലാവരും ഒന്ന് കണ്ടു. ഒന്നല്ല 2 കോപ്പി കൊടുക്കുകയാണ്. കോടതി ഉത്തരവിന്റെ കോപ്പി ഇങ്ങനെ പുറയുന്നു കൊടുക്കാൻ പറ്റിയല്ല. എല്ലാരും കണ്ടോളാം. ഇത് പെർമിറ്റിന്റെ കോപ്പിയാണ്. ഇതിൻ്റെ അകത്ത് വണ്ടി നമ്പറും റൂട്ടും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഡേറ്റ് നോക്കിക്കോണം. (30/8) വരെ പെർമിറ്റ് ഉള്ളതാണ്. കൃത്യമായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നതാണ്. കോടതിക്ക് മുകളിലൊന്നും അല്ല ഇദ്ദേഹത്തിന്റെ ജോലി. നോക്കണം, എല്ലാവരും നോക്കണം. വണ്ടി നമ്പർ നോക്കണം. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് സൈഡ് ഇത് എവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടല്ലോ, പെർമിറ്റ് ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ഇദ്ദേഹത്തെ കാണിച്ചില്ല എന്ന് പറയരുത്. ഞാൻ കോപ്പി തരാടാ. ഇൻട്രീം ഓർഡർ അത് ഓർഡറാണോ? അത് എന്തിന്റെ ഓർഡർ ആണെന്നുള്ള അറിയോ? ഇത് എന്തിന്റെ അല്ല, അത് പെർമിറ്റ് ആക്കി തരാൻ ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് അവർ തരുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല. പെർമിറ്റ് വാങ്ങിച്ചതിന് ശേഷം ഓടിയാൽ മതിയെങ്കിൽ അത് കാണിച്ചല്ലോ. ഡ്രൈവർ എന്ത്? ഏതായാലും പെർമിറ്റ് കാണിച്ചു. പെർമിറ്റിന്റെ കോപ്പി, പെർമിറ്റിന്റെ അല്ല, കോടതി ഉത്തരവിന്റെ കോപ്പി. പെർമിറ്റിന്റെ കോടതി ഉത്തരവിന്റെ എടാ ഏത് ഒപ്പിട്ട് കൊടുക്കാൻ പറ. ഒരു ഷട്ടിട്ട് പിന്നെ ഷട്ടിട്ടാണ് ഡ്രൈവർ. എടാ ബലമായിട്ട് ബലം പിടിച്ചതിനെ തെളിയണം. പെർമിറ്റിന്റെ കോടതി ഉത്തരവ് കോപ്പി നൽകി. പെർമിറ്റിന്റെ കോടതി ഉത്തരവിന്റെ കോപ്പി നൽകി.